ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? ഞങ്ങളിവിടെ അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫുജൈറയിലെ അംബ്രല്ല ബീച്ചിലാണ്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറാൻ നിൽക്കാം കേട്ടോ. ഇവിടെ ആക്ച്വലി കാറിന് പാർക്കിംഗ് ചാർജസ് ഉണ്ട്. ഫസ്റ്റ് 1 hour ഫ്രീ ആണ്, പിന്നെ 10 dirhams ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഗൈസ്, മീറ്റ് മൈ മദർ ഇൻ ലോ. എന്നെ വീഡിയോ ഇടാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് കേട്ടോ. നമ്മൾ രാവിലെ ഫുജൈറയിൽ എത്തിയതാണ്. നമ്മുടെ കസിൻ്റെ വീട് ഫുജൈറയിലുണ്ടല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈവനിങ് ആയപ്പോഴാണ് കേട്ടോ അംബ്രല്ല ബീച്ചിലേക്ക് വന്നത്. ഇവിടുന്ന് ഒരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ആക്ച്വലി ഇവരുടെ വീട്ടിലേക്ക്. ഈവനിങ് ടൈമിൽ വരുമ്പോൾ ഇവിടെ വേറെ തന്നെ ഒരു ഭംഗിയാണ്. കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ബ്യൂട്ടിയാണ് കേട്ടോ. കുറേ ഫോട്ടോ സ്പോട്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ദുബായിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി കാമാണ് ഫുജൈറ. കുറച്ച് റഷൊക്കെ കുറവാണ് കേട്ടോ. യൂഷ്വലി ഒരു വീക്കെൻഡിൽ നമ്മളൊരു ദുബായിൽ ഏതെങ്കിലും ബീച്ചിൽ പോയാൽ നല്ല തിരക്കായിരിക്കും അല്ലേ. ഇവിടെ അത്ര തിരക്കൊന്നുമില്ല. കുറച്ചുകൂടി നമുക്ക് പീസ്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കുട്ടികളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം ഇവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവരെ അങ്ങോട്ട് വിട്ടിട്ട് നമ്മളിവിടെ നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറച്ചധികം ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് നടക്കാനൊക്കെ ആയിട്ട്. നല്ലൊരു വാക്കിന് പറ്റിയൊരു സ്ഥലമാണ്. ഈ ബീച്ചിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഓപ്പൺ ബീച്ച് ഉണ്ട്. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ കൈറ്റൊക്കെ പറത്തിയിരുന്നത് ആ ഒരു ഓപ്പൺ ബീച്ചിലാണ് കേട്ടോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബീച്ച് കുറച്ചുകൂടി നീറ്റാണെന്ന് എനിക്ക് തോന്നി. ആ ഒരു ബീച്ചിൽ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നീറ്റല്ല, കുറച്ചുകൂടി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഏരിയയാണ്. ഇതെൻ്റെ കസിൻ സിസ്റ്ററാണ് കേട്ടോ, അപർണേച്ചി. കുറേ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും കൂടി ചുമ്മാ ഒന്ന് ഇവിടെ നടക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്നു കേട്ടോ. അമ്മയ്ക്ക് ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഈ ഒരു സമയത്തായതുകൊണ്ട് വെള്ളത്തിലൊന്നും അങ്ങനെ ഇറങ്ങിയില്ല. അതുമാത്രമല്ല, നമ്മളിന്ന് ഫുജൈറയിൽ സ്റ്റേ ചെയ്യുന്നില്ല, നമ്മൾ നേരെ ദുബായിലേക്ക് പോകണം കേട്ടോ. ഈ വീഡിയോ എടുത്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇന്ന് Jan 20th. ഞാൻ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു 13 വർഷം മുമ്പ് ഒരു Jan 20th ഞാൻ ദുബായിൽ വന്നത്. 2012 December 22 ഞങ്ങളുടെ മാരേജ്. അത് കഴിഞ്ഞ് Jan 20th 2013 കേട്ടോ ഞാൻ ദുബായിലേക്ക് വരുന്നത്. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ജേണിയും അത് തന്നെയായിരുന്നു, അതും ഒറ്റയ്ക്ക്. ഇപ്പോൾ ഓർക്കുമ്പോൾ 13 വർഷം എത്ര പെട്ടെന്നാണ് കടന്നുപോയെന്ന് ആലോചിക്കാൻ കേട്ടോ. വന്ന സമയങ്ങളിൽ എനിക്ക് നാടിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു ജോയിൻറ്റ് ഫാമിലി കൈൻഡ് ഓഫ് ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് വന്ന് നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഒരു വീട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മാരേജൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഫേസ് ആണല്ലോ, അതുപോലെ നമ്മൾ തനിച്ച് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ്. അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും ഉണ്ടായിരുന്നു എന്ന് പറയാം. പതിയെ പതിയെ ഈ നാട് നമ്മുടെ സ്വന്തം നാടായി മാറി. ആദ്യത്തെ കാലങ്ങളിലൊക്കെ നാട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ഒരു വിഷമമാണ്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിൽ പോയി ഒരു 2-3 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് വേഗം തിരിച്ചു വരണം തോന്നും. കാരണം നമ്മുടെ വീട് പൊടി പിടിച്ചിട്ടുണ്ടാവുമോ, വീട്ടിലെന്തായി ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ വീട് ഇതായി മാറി എന്നുള്ളൊരു തോന്നലാണ് കേട്ടോ. വർഷങ്ങളായിട്ട് പുറത്ത് ഫാമിലിയായിട്ട് താമസിക്കുന്ന പലർക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യും കേട്ടോ. ഇപ്പോഴും നാടും വീടും പച്ചപ്പും ഹരിതാഭയൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും അതേ മിസ്സിങ് ഈ ഒരു നാടിനോടും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അല്ല, അംബ്രല്ല ബീച്ച് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി പറയുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്തായാലും എൻ്റെ കഥയൊക്കെ ഞാൻ പിന്നെ പറയാം. ഈ അംബ്രല്ല ബീച്ചിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ ഏരിയ ഉണ്ട് നടക്കാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് കഫേസും ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ കഫേസ്. നമ്മൾ അവിടെയൊന്നും കയറിയില്ലായിരുന്നു, പക്ഷേ അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. ഒരു ഈവനിങ് വന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെതാ ഇതുപോലെ നിന്ന് 4 പരദൂഷണമൊക്കെ പറയാം. ആ കാണുന്ന ആ ഒരു എൻഡ് തൊട്ട് ഈ ഒരു സൈഡ് വരെയും ഈ ഒരു അംബ്രല്ല ബീച്ച് തന്നെയാണ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് പറ്റിയത്. അവിടെ ചെറിയൊരു എൻട്രി ഫീ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമുക്ക് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കുറച്ചധികം സമയം ഇരുന്ന് ഒന്ന് സ്പെൻഡ് ചെയ്ത് അതുപോലെ ബീച്ചിലൊക്കെ ഒന്ന് ഇറങ്ങി അങ്ങനെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ ഈ ഒരു അംബ്രല്ല ബീച്ച്. അപ്പോൾ 1-2 മണിക്കൂറൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ചിനി ദുബായിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.